ഈ ഓണാവധി കാലത്ത് ഇടുക്കിയെ കൂട്ടുപിടിക്കുകയായിരുന്നു സഞ്ചാരികൾ. കഴിഞ്ഞ വർഷം ഓണാവധിക്ക് എത്തിയതിനേക്കാൾ കൂടുതൽ സഞ്ചാരികൾ ഇത്തവണ ജില്ലയിലേക്ക് എത്തി. പ്രകൃതി ഒരുക്കിയ മനംമയക്കും കാഴ്ചകൾ ആസ്വദിക്കാൻ ഇത്തവണയും ഇടുക്കിയിൽ വലിയ തിരക്കായിരുന്നു. ഓണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇടുക്കിയിൽ സഞ്ചാരികളുടെ തിരക്കേറിയിരുന്നു. DTPCയുടെ കീഴിലുള്ള പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ മാത്രം ഉത്രാട ദിനമായിരുന്ന 14 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിൽ 1,64,205 പേർ സന്ദർശനം നടത്തിയതായാണ് കണക്കുകൾ. വാഗമൺ മൊട്ടക്കുന്നിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിയത്. ഇടുക്കി ഹിൽവ്യൂ പാർക്കിൽ മുൻ വർഷത്തേക്കാൾ ഇരട്ടിയിലധികം പേർ ഇത്തവണ എത്തി. സഞ്ചാരികൾ കൂടുതലായി എത്തിയതോടെ ടൂറിസം മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന വ്യാപാരികൾ, ഹോട്ടൽ, വഴിയോര കച്ചവടക്കാർ എന്നിവർക്കും സീസൺ ആശ്വാസമായി. ജില്ലയിലെ വനംവകുപ്പിന്റെ കീഴിലുള്ള കേന്ദ്രങ്ങളിലും ഹൈഡൽ ടൂറിസം കേന്ദ്രങ്ങളിലും സഞ്ചാരികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. Hello, we are from Spain and we are loving the experience here in this national park. It's very beautiful and we like it very much. We recommend others to come to visit. Thank you very much. How do you feel the climate? Very good, very perfect climate to visit. DTPCയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ മാത്രം 12 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇടുക്കിയിലുണ്ട്. വാഗമണ്ണിലേതുപോലെ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലും മാട്ടുപ്പെട്ടിയിലും രാജമലയിലും തിരക്ക് ദൃശ്യമായിരുന്നു. The service has been very good. The people here are so humble and so nice to be. They always help others and the scenery is mind-blowing. We have loved this place and will definitely come back again. ഇടുക്കിയിലെ ഹൈറേഞ്ചിൽ തിരക്കേറിയതോടെ സഞ്ചാരികളിൽ പലരും ലോ റേഞ്ച് മേഖലയിലെ ടൂറിസം കേന്ദ്രങ്ങളായ അരുവിക്കുത്ത്, മലങ്കര ജലാശയം, തൊമ്മൻകുത്ത് എന്നിവിടങ്ങളും സന്ദർശിച്ചാണ് മടങ്ങിയത്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ സഞ്ചാരികൾ ജില്ലയിലെത്തി മടങ്ങിയതിന്റെ സന്തോഷത്തിലാണ് അധികൃതരും. ന്യൂസ് 18 ഇടുക്കി. അങ്ങനെ നമ്മുടെ ടൂറിസം മേഖലയൊക്കെ ഒന്ന് ഉണരട്ടെ അല്ലേ? ഉറപ്പായിട്ടും.